നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന് തിരിച്ചടി. വിഴിഞ്ഞം തുറമുഖത്തിലെ വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കേന്ദ്രം. വിഴിഞ്ഞം തുറമുഖത്തിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്നുള്ള നിലപാടിൽ പിന്നോട്ടില്ല. VGF നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല. തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ല. തൂത്തുക്കുടി സർക്കാരിന്റെ കീഴിലുള്ള തുറമുഖമാണ്. രാജ്യസഭാ MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിലാണ് കേന്ദ്രം നിലപാട് ആവർത്തിച്ചത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിചിത്രമായ മാനദണ്ഡം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടിക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിലാണ് സംസ്ഥാനത്തിന്റെ വിയോജിപ്പ്. VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തി വന്ന പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണിത്. VGF ഗ്രാന്റായി തന്നെ അനുവദിക്കണം. വിഴിഞ്ഞ പദ്ധതിക്കായി കേന്ദ്രം നൽകുന്ന തുക വായ്പയായി വ്യാഖ്യാനിച്ചാൽ പലിശ അടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. കോന്നി വാഹനാപകടം. എയർ ബാഗ് ഓപ്പൺ ആയതായി കാണുന്നില്ല. അപകട കാരണം ഡ്രൈവർ ഉറങ്ങിയത്. കോന്നിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ എയർ ബാഗ് ഓപ്പൺ ആയതായി കാണുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് ഇടയാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പറയാമെന്നും MVD ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന സംശയം പോലീസും വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറുകാരന്റെ അശ്രദ്ധയെന്നാണ് കരുതുന്നതെന്നും പോലീസ് പറഞ്ഞു. തീർത്ഥാടകരുടെ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. 3 പേർക്ക് പരിക്ക്. എരുമേലി മുക്കൂട്ടുതറയിലാണ് സംഭവം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 3 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ബംഗളൂരു സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിക്ക് മർദ്ദനം. SFI പ്രവർത്തകർക്കെതിരെ കേസ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്ത പോലീസ്. SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് പ്രതികൾ. SFI പ്രവർത്തകരായ ആദിൽ, ആകാശ്, അഭിജിത്ത്, കൃപേഷ്, അമീഷ് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. യൂണിവേഴ്സിറ്റി കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പരാതിക്കാരൻ. കോളേജ് യൂണിറ്റ് അംഗം ആകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാളയത്തെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ക്രൂരമായി വിചാരണ നടത്തിയെന്നാണ് മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ചെവിക്കാണ് പരിക്കേറ്റത്. ജാതി വിളിച്ച് അധിക്ഷേപിച്ചെന്നും മർദ്ദിച്ചത് എന്തിനാണെന്നറിയില്ലെന്നും വിദ്യാർത്ഥി പറഞ്ഞു. യുവാവ് ജീവനൊടുക്കിയ സംഭവം. ഭാര്യയും ഭാര്യാമാതാവും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. IT ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ഭാര്യയും ഭാര്യാമാതാവും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഈ മാസം 11-നാണ് ബംഗളൂരുവിലെ ടെക്കിയായ അതുൽ സുഭാഷ് ജീവനൊടുക്കിയത്. ഭാര്യ വീട്ടുകാരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ആത്മഹത്യയെന്നാണ് കേസ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് അതുൽ ജീവനൊടുക്കിയത്. അതുലിന്റെ ഭാര്യ നികിത, മാതാവ് നിഷ, സഹോദരൻ അനുരാഗ് എന്നിവരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. നികിതയെ ഗുരുഗ്രാമിൽ നിന്നും മറ്റുള്ളവരെ പ്രയാഗാജിൽ നിന്നുമാണ് പിടികൂടിയത്. ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു 34-കാരനായ അതുൽ സുഭാഷ്. വ്യാജ സ്ത്രീധന പീഡന ആരോപണം ഉന്നയിച്ച് 3 കോടി രൂപ ഭാര്യയുടെ കുടുംബം അതുലിനോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയായിരുന്നു ആത്മഹത്യ.